താൽക്കാലിക വിസിമാരുടെ കാലാവധി പരിമിതപ്പെടുത്തുന്ന ബില്ല് ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ സർക്കാർ നീക്കം 6 മാസമായി പരിമിതപ്പെടുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. കേരളത്തിലെ 14 സർവകലാശാലകളിൽ ആരോഗ്യ സർവകലാശാലയിൽ മാത്രമാണ് സ്ഥിരം വൈസ് ചാൻസലർ ഉള്ളത്. ബാക്കിയുള്ളവരെ ചാൻസലർ കൂടിയായ ഗവർണർ നിയമിച്ച താൽക്കാലിക വിസിമാരാണ്. ഇതുകൂടി പരിഗണിച്ചാണ് വൈസ് ചാൻസലർമാരെ നീക്കം ചെയ്യാൻ സർക്കാർ ആലോചിക്കുന്നത്. ബില്ലിന്റെ കരട് വൈസ് ചാൻസലർമാർക്ക് അയച്ചു കൊടുത്തു. കേരള സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും താൽക്കാലിക വിസിമാരുടെ കാലാവധി 6 മാസമാണ്. ഇത് മറ്റിടങ്ങളിലും പ്രാവർത്തികമാക്കാനാണ് സർക്കാർ തീരുമാനം. 1/3 സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാനുള്ള അധികാരവും കരട് ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി വിസിയുടെ നീക്കങ്ങൾക്ക് തടയിടാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. കേരള സർവകലാശാലയിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇപ്പോഴും സർക്കാർ വിസി പോര് തുടരുമ്പോഴാണ് പുതിയ നിയമം കൊണ്ടുവരുവാൻ സർക്കാർ ആലോചിക്കുന്നത്. വൈസ് ചാൻസലർമാരുടെ പ്രായം 70 ഉയർന്നതും ബില്ലിലുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.